ഇന്ന് ദക്ഷിണേന്ത്യ സഭയായിട്ട് ചിന്തിക്കുന്ന ചിന്താവിഷയം റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ്. റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വർഷിപ്പ്, ആരാധനയിൽ ദൈവിക വെളിപാട്. H.W. ബീച്ചർ എന്ന് പറയുന്നതായ ചിന്തകൻ, അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: സ്നേഹിക്കാൻ പഠിക്കുന്നതുവരെ എനിക്ക് ആരാധിക്കുവാനായിട്ട് അറിയുണ്ടായിരുന്നില്ല. സ്നേഹിക്കാൻ പഠിക്കുന്നതുവരെ ഞാൻ എങ്ങനെ ആരാധിക്കണമെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നുവെന്ന്. ആരാധനയിൽ നമുക്ക് വെളിപാടുകൾ ഉണ്ടാകുമോ? നമ്മുടെ ആരാധന എങ്ങനെയാണ് വെളിപാടുകളുടെ പ്രഭവസ്ഥാനമായിട്ട് മാറുന്നത്? അങ്ങനെ ആരാധനയിൽ വെളിപാടുകൾ ഉണ്ടാകണമെങ്കിൽ ആരാധന എന്താണെന്നും വെളിപാട് എന്താണെന്നും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ആരാധനയ്ക്ക് ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് ചില തത്വചിന്തകരും അതോടൊപ്പം തന്നെ വർഷിപ്പ് ആൻഡ് ലിറ്റർജി നമ്മൾ പഠിപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നൽകുന്നതായ ഡെഫിനിഷൻസൊക്കെ ഇപ്രകാരമാണ്: ദ ഫീലിംഗ് ഓൺ എക്സ്പ്രഷൻസ് ഓഫ് റെവറൻസ് ആൻഡ് അഡോറേഷൻ ഫോർ ഗോഡ്. ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഏറ്റവും ഉന്നതമായ വൈകാരികമായ തലമാണ് ആരാധന എന്ന് പറയുന്നത്. ദ ഫീലിംഗ് ഓൺ എക്സ്പ്രഷൻസ് ഓഫ് റെവറൻസ് ആൻഡ് അഡോറേഷൻ ഫോർ ഗോഡ്. അതുകൊണ്ട് തന്നെ ഒരു ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം വർഷിപ്പ് ഈസ് ദ ഹയസ്റ്റ് ഓക്യുപ്പേഷൻ ഓഫ് എ ഹ്യൂമൻ സോൾ. ഒരു ആരാധനയ്ക്കായി കടന്നു വരുന്ന ദേവാലയത്തിലായിരിക്കുന്ന ഓരോ ആത്മാക്കളെയും സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ആത്മാവിലൂടെ നൽകപ്പെടുന്നതായ നൽകപ്പെടുവാനായിട്ട് സാധിക്കുന്നതായ ഏറ്റവും ഉന്നതമായ ഒരു വൈകാരികമായ തലമാണ് ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാധനയിൽ നമുക്ക് വെളിപാടുകൾ ലഭിക്കണമെങ്കിൽ ആരാധനയിൽ നമ്മൾ നിശ്ചയമായിട്ടും ഇഴകിച്ചേരേണ്ടത് വളരെ ആവശ്യമാണ്. റെവലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റെവലേഷൻ ഇറ്റ്സ് എ ഡിവൈൻ ഡിസ്ക്ലോഷർ എന്നതാണ്. ദിവ്യമായ വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ ദിവ്യമായ ഇടപെടലിൻ്റെ അനുഭവമായിട്ട് ആരാധനയെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആരാധനയ്ക്കായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരാധനയിൽ പൂർണ്ണമായിട്ട് ഇഴകിച്ചേരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് ആ ആരാധന ഒരു അനുഭവമായിട്ട്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് തീരുന്നത്. അപ്പോൾ ആരാധന നടത്തുന്നതായ പുരോഹിതനോടൊപ്പം വൈദികനോടൊപ്പം നമ്മളും ആരാധനയിൽ ഇഴകിച്ചേരുന്നതായ അനുഭവമാണ് ഉണ്ടാകേണ്ടത്. ആരാധനയിൽ ഇഴകിച്ചേരുമ്പോഴാണ് അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവത്തിൻ്റെ തലമായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആരാധിക്കുന്ന ഇടത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ, ദൈവമേ നീ എന്നോട് ഇടപെടണമേ എന്നുള്ള പൂർണ്ണമായ പ്രാർത്ഥനയോടെയും വാഞ്ചയോടും കൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കൽപ്പനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നും രണ്ടും കൽപ്പനകളിൽ നമ്മൾ പഠിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ പോലും നമ്മൾ പറയുന്നത് അപ്രകാരമാണ്: ഇസ്രായേലെ കേൾക്ക, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. 3-4 കൽപ്പനകൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന് പൂർണ്ണമായിട്ട് മഹത്വം കൊടുക്കണം, എങ്ങനെയാണ് അവൻ മഹത്വം സ്വീകരിപ്പാനായിട്ട് യോഗ്യനെന്ന് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് മുമ്പാകെ
ഭക്തിയോടെ സ്നേഹത്തോടെ പ്രമാണിക്കുന്നതായ ബഹുമാനിക്കുന്നതായ അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. പ്രൊസ്കുനെ എന്ന് പറയുന്നതായ ഗ്രീക്ക് പദമാണ് ആരാധനയ്ക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഫെൽ ഡൗൺ ബിഫോർ ഓർ ലീൻ ഫോർവേഡ് എന്നതാണ് ഇതിന് അർത്ഥം. അതായത് നമ്മളൊക്കെയും വീട്ടിൽ വളർത്തുനായ്ക്കളെ പട്ടിയെ വളർത്തുന്നവരാണ്. പട്ടി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് ഒരു കുറച്ച് സമയത്തിന് ശേഷം വീട്ടിലോട്ട് വരുമ്പോഴത്തേന് അത് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതായ ഒരു പരാക്രമമുണ്ട് അല്ലേ. ഓടി വന്ന് നമ്മുടെ കാലേ നക്കും, അതിങ്ങനെ കാലെല്ലാം കൂടി കുനിഞ്ഞ് നമ്മളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായ ഒരു അനുഭവമുണ്ട്. പ്രൊസ്കുനെ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ ഒരു ആരാധകൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അവനെ പൂർണ്ണമായിട്ട് കുനിഞ്ഞ് ആരാധിക്കുന്നതായ അനുഭവം ഉണ്ടാകണമെന്ന്. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഷാക്കാഹ് എന്ന് പറയുന്നതായ പദമാണ് ആരാധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപാകെ ബഹുമാനത്തോടെ ആദരവോടുകൂടി ആയിരിക്കുക എന്നതാണ്. അപ്പോൾ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോകുവാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ബാഗും നമ്മുടെ ഡ്രസ്സും എല്ലാം അയൺ ചെയ്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് വളരെ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങും. ഓരോ ആരാധനയ്ക്കും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന ബോധ്യത്തോടെ ഒരു ഒരുക്കം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും ഒപ്പമാണ് താമസിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിലെല്ലാം അവരിൽ കണ്ടതായ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം തന്നെ മുണ്ടും ഷർട്ടുമൊക്കെ തേച്ച് ഒരുക്കത്തോടെ ഇരുന്ന് ഞായറാഴ്ച ഒരു ഗ്ലാസ് വെള്ളം പോലും പാനം ചെയ്യാതെ പല്ല് തേച്ച് വൃത്തിയായി ആ ഡ്രസ്സും ഉടുപ്പുമെല്ലാം ഇട്ട് ദേവാലയത്തിൽ പോയി വന്നതിന് ശേഷം വിശുദ്ധ തിരുവത്താഴം കൈകൊണ്ടതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നതായ ഒരു രീതി ഞാൻ കണ്ടു വളർന്നിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായ ഒരു അനുഭവമാണ്. നമ്മുടെ പൂർവികരൊക്കെയും നമുക്ക് കാണിച്ചു തന്ന ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു പ്രാധാന്യം എത്രത്തോളം മഹനീയമാണ്, എത്രത്തോളം ശ്രേഷ്ഠമാണെന്ന് ഓർക്കുവാൻ വേണ്ടി ഞാൻ മാത്രമാണ് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ആരാധനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ഒരുക്കത്തോടെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന നന്മകൾക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ദൈവസന്നിധിയോട് കടന്നു വരുന്നത്. ചിലപ്പോൾ ചില ആളുകൾ വളരെ വേദനയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും അനുഭവത്തിലായിരിക്കും ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയ്ക്കായിട്ടും ദൈവമക്കളായിരിക്കുന്ന നാം കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതോടൊപ്പം തന്നെ നാം ഇന്ന് ആരാധന തുടങ്ങിയപ്പോൾ വായിച്ചു കേട്ടതായ ഒരു കാര്യമാണ് ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ഗോഡ് ഈസ് സ്പിരിറ്റ്, ദോസ് ഹു വർഷിപ്പ് മസ്റ്റ് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനായിട്ട് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ചിലയിടത്ത് ആരാധനയ്ക്കായിട്ട് നമ്മൾ പോകുമ്പോൾ കൊയറിൻ്റെ വഴിക്ക് പോകും, അച്ഛൻ്റെ വഴിക്ക് അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒപ്പിക്കാൻ നോക്കും. ആരാധന ജനങ്ങൾക്ക് പങ്കെടുക്കുന്നതായ ആളുകൾ അവർ വേറൊരു രീതിയിൽ പോകും. അപ്രകാരമല്ല ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ആരാധന നിയന്ത്രിക്കുന്നതായ പുരോഹിതനും കൊയറും സഭാജനങ്ങളും ഒത്തൊരുമിച്ച് പോകുന്നതായ ഒരു അനുഭവമാണ്. കൊയറിൻ്റെ ഉത്തരവാദിത്വം പോലും നമ്മളെ ആരാധനയിലേക്ക്, ആ ആത്മീയമായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധന ആത്മാവിലായിരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കാറുണ്ട്. സുബോധത്തിൻ്റെ ആത്മാവിലായിരിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട്
ആരാധന എന്തിനുള്ള സമയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ടു എക്സ്പ്രസ് അവർ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. നമ്മുടെ സ്നേഹവും നമ്മുടെ സമർപ്പണവും ദൈവസന്നിധിയിൽ അറിയിക്കുവാനുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് തീരേണ്ടത് ആവശ്യമാണ്. ആരാധനയ്ക്കായിട്ട് അലക്ഷ്യമായിട്ട് കയറി വന്ന് ഇരിക്കുന്നതായ അനുഭവമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത്, ആരാധന എന്ന് പറയുന്ന ഒരു അനുഭൂതിയല്ല, മറിച്ച് ഇറ്റ്സ് എ ഡിവൈൻ പേഴ്സണൽ എക്സ്പീരിയൻസ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ആന്തരികമായ അനുഭവത്തിൽ ഞാനും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു അനുഭവത്തിൻ്റെ തലം കുറിക്കുന്നതായ അനുഭവമായിട്ട് ഓരോ ആരാധനയും തീരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആരാധനയുടെ ഇടങ്ങളൊക്കെയും നന്ദിയുടെ, സ്തോത്രത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, അന്യോന്യം കരുതലിൻ്റെ ബഹുസ്ഫുരണങ്ങൾ ഉയരുന്നതായ ഇടങ്ങളായിട്ട് തീരുന്നതായ അനുഭവം ഉണ്ടാകണം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരാധിക്കുന്നതായ ആലയത്തിൻ്റെ വലുപ്പമോ ആരാധിക്കുന്നതായ ആലയത്തിൻ്റെ ആകൃതിയോ അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ട് നമ്മൾ വന്ന് ഇരിക്കുന്നതായ ഇടങ്ങളോ ഒന്നും വിഷയമല്ല, മറിച്ച് ദൈവസന്നിധിയിലുള്ള നമ്മുടെ പൂർണ്ണമായ സമർപ്പണമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് പൊതുവെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഇപ്രകാരമാണ്: empty your right brain and left brain, engage your emotions and intellect, and relate those things with your heart and mind. ആരാധനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വലത്തെ ബ്രെയിനും ഇടത്തെ ബ്രെയിനും അതോടൊപ്പം നമ്മുടെ വൈകാരികതയും നമ്മുടെ ബുദ്ധിയും അതെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ച് നിർത്തുന്നതായ, ഇഴകിച്ചേർത്ത് നിർത്തുന്നതായ ഒരു അനുഭവമാണ് ആരാധന എന്നത്. ഇല്ലായെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്നറിയോ? ആരാധനയ്ക്ക് ഒരു ഒരുക്കവും ഒരു പ്രാർത്ഥനയോടും കൊടുക്കുകയൊക്കെ വന്നില്ല എങ്കിൽ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ കണ്ണടഞ്ഞു പോകാമെന്ന്. നമ്മളെന്തെടുക്കും? കണ്ണൊക്കെ ഒന്ന് തിരുമി നോക്കും, ഇത് അച്ഛൻ തന്നെയാണോ പ്രസംഗിക്കുന്നത്? ഇല്ലെങ്കിൽ നമ്മളിടയ്ക്ക് നമ്മളെ ഒന്ന് നുള്ളി നോക്കൂ, ഇല്ലേ, ഞാൻ ആരാധനയ്ക്ക് തന്നെയാണോ ഇരിക്കുന്നത്? ചില സമയത്ത് നമ്മളെന്തെടുക്കും? നന്നായിട്ടൊരു കോട്ടുവായൊക്കെ ഇടും. കോട്ടുവായി ഇടുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവന് 2 കോട്ടുവായി ഇടും. അവർക്കും ഉറക്കം വരും, നമുക്കും ഉറക്കം വരും. പക്ഷേ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കൂർക്കം വലിച്ച് അടുത്തിരിക്കുന്നവനെ ഉണർത്തരുതെന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ വൈകാരികമായ തലങ്ങളെയും നമ്മുടെ മനസ്സിനെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നതായ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതായ ഒരു ആരാധനയുടെ അനുഭവമായിട്ട് തീരും. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം മാത്രം ഇവിടെ ഇരിക്കുകയും നമ്മൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ അനുഭവം ഉണ്ടാകും. ഈ പിള്ളേരൊക്കെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ വീട്ടിലൊക്കെ പോയതല്ലേ, അവർ ഉച്ച കഴിഞ്ഞൊക്കെ നല്ല ഉറങ്ങുന്നതൊക്കെ മക്കളാണ്. ചില സമയത്ത് ഇവർ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കറിയാം ഞാനിപ്പോൾ ചോദിക്കും, സാറേ വീട്ടിൽ നിന്ന് വന്നില്ല, ഇപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുവാണോ എന്നൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോഴും ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാധനയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സമസ്തവും സംയോജിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു പുതിയതായ ഒരു വ്യക്തി ആരാധനയ്ക്ക് കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സാമീപ്യത്തെ, ദൈവത്തിൻ്റെ കൃപയെ, ദൈവത്തിൻ്റെ പ്രസൻസിനെ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം നമ്മുടെ ഓരോ ആരാധനകളും. അല്ലെങ്കിൽ ഒരു സീക്കർ വരുമ്പോൾ സീക്കർ ഷുഡ് ഫീൽ ത്രൂ ദ മെസ്സേജ് ആൻഡ് വർഷിപ്പ്. ഒരു ആരാധനയിലൂടെ ഒരു പുതിയതായിട്ട് ഒരാൾ വന്നു ചേരുമ്പോൾ അവന് ദൈവത്തെ കണ്ടെത്താനുള്ള മുഖാന്തരമായിട്ട് നമ്മുടെ ആരാധനകൾ തീരണം. ഒരിക്കൽ ഒരു അച്ഛൻ ആരാധനയ്ക്കായിട്ട് പ്രസംഗിച്ച് ഒരുങ്ങി വളരെ തയ്യാറെടുപ്പോടെ ഇരുന്ന് അന്നത്തെ കാലാവസ്ഥയും എല്ലാം ഒക്കെ പ്രതികൂലമായതുകൊണ്ട്
ആകെ ഒരാൾ മാത്രം ആരാധനയ്ക്ക് വന്നത്. അപ്പോൾ അച്ഛന് വളരെ സങ്കടമൊക്കെയായി. അച്ഛൻ പോയിട്ട് ആ സഹോദരനോടൊന്ന്, സഹോദര, നീ അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിക്കോ, നീ ഒരാളായതുകൊണ്ട് ഞാനിന്ന് ആരാധനയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ ഒരു നല്ല ഫാം ഹൗസൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു നല്ല കോഴിക്കർഷകനാണ്, ഞാൻ കൂട്ടി ചെല്ലുമ്പോൾ ഒരു കോഴിയാണേലും തീറ്റ കൊടുക്കും, 10 കോഴിയാണേലും തീറ്റ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ ഇത് കേട്ട് സർപ്ലീസ് സ്റ്റാളും ഒക്കെ ഇട്ട് അച്ഛൻ ആരാധനയ്ക്കായി റെഡിയായി ആരാധനയൊക്കെ നടത്തി. ഈ ആരാധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ, ആരാധനയെല്ലാം നടത്തി കഴിഞ്ഞ് അവസാനം ഈ സർവീസ് എല്ലാം നടന്ന് ഈ വ്യക്തി അവിടെ നന്നായിട്ടിരുന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ ആരാധന തീർന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് വന്നിട്ട് ചോദിച്ചു, സഹോദര, എങ്ങനെയുണ്ടായിരുന്നു ആരാധനയെന്ന്. ഉടനെ ആ മനുഷ്യൻ ഇപ്രകാരം അച്ഛനോട് മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, ഞാൻ ഒരു കോഴിയുണ്ടെങ്കിലും തീറ്റ കൊടുക്കുമെന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ ആ ബക്കറ്റിലെ മുഴുവൻ തീറ്റ ആ കോഴിയെ കൊണ്ട് തീറ്റിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന്. അതായത് ഒരു കോഴിയുണ്ടെങ്കിലും ഞാൻ തീറ്റ കൊടുക്കുമെന്നേ പറഞ്ഞുള്ളൂ, പക്ഷേ എൻ്റെ ബക്കറ്റിലെ മുഴുവൻ തീറ്റയും കൂടി ആ കോഴിയെ കൊണ്ട് തീറ്റിക്കുമെന്ന് പറഞ്ഞില്ല എന്ന്. റിക് വാരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ളതായ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്രകാരം ആരാധനയെക്കുറിച്ച് പറഞ്ഞു, ഇഫ് ജെന്യുവൻ വർഷിപ്പ്, ഗോഡ്സ് പ്രസൻസ് ഈസ് ഫെൽഡ്, ഗോഡ്സ് പാർഡൺ ഈസ് ഓഫേർഡ്, ആൻഡ് ഗോഡ്സ് പ്രോമിസ് ആർ റിവീൽഡ്, ഗോഡ്സ് പവർ ഈസ് റിവീൽഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും ദൈവികമായ ക്ഷമയും ദൈവികമായ ശക്തിയും വെളിപ്പെടുന്നതായ ഇടമാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയ വ്യക്തിയെങ്കിലും ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെയും നമ്മളെക്കുറിച്ചുള്ള ജീവിത ബോധ്യങ്ങളെയും നമുക്ക് ബോധ്യം വരുത്തുന്നതായ ഇടമായിട്ട് ഓരോ ആരാധനയും തീരണം. ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ ദ മെസ്സേജ് ആൻഡ് സിംഗിങ്. ആരാധനയിൽ പാടുന്നതായ പാട്ടുകളിലൂടെയും മെസ്സേജുകളിലൂടെയും ആരാധനയ്ക്കായിട്ട് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് ഞാനൊരു ആരാധനയ്ക്ക് കൂടി എന്നുള്ള ഒരു ഫീല് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. അല്ല എങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആരാധനയ്ക്കായിട്ട് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ അറിയുന്ന, അവനെ മനസ്സിലാക്കുന്ന, അവനെ ഗ്രഹിക്കുന്ന, അവനെ മുഴുവനായിട്ട് അറിയുന്നതായ ഒരു ദൈവമുണ്ട് എന്ന് ഓരോ ആരാധനയിലും ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദേവാലയത്തിൽ വരുമ്പോൾ അവനെ അറിയുന്നതായ ഒരു ദൈവമുണ്ട് എന്ന് അവന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധന, ഗോഡ് പ്ലീസിങ് വർഷിപ്പ്, ഈസ് ഡീപ്ലി ഡോക്ട്രിനൽ ആൻഡ് ഡീപ്ലി ഇമോഷണൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ദൈവത്തിന് പ്രസാദകരമായ ആരാധന എന്ന് പറയുന്നത് ഈ വേദപുസ്തക ബന്ധിതവും അങ്ങേയറ്റം വൈകാരികവുമാണ് എന്നാണ് പറയുന്നത്. അതൊരു പാട്ട് പാടുമ്പോൾ, ആ കൊയറൊക്കെയും പാട്ട് പാടുമ്പോൾ ആ പാട്ടിൽ നമ്മൾ പൂർണ്ണമായിട്ട് ലയിച്ചാണ് നമ്മൾ പാടുന്നത്, അല്ലേ? ഓരോ പാട്ട് പാടുമ്പോഴും ഓരോ ആരാധനയ്ക്കായിട്ട് നമ്മൾ പങ്കെടുക്കുമ്പോഴും അതിൽ പൂർണ്ണമായിട്ട് ലയിച്ച് നമ്മൾ പാടുമ്പോൾ നമുക്കതിൻ്റെ അനുഭവത്തിൻ്റെ തലം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ജയ് പാക്കർ എന്ന് പറയുന്നതായ ചിന്തകൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഗോഡ്സ് ഹോണറിങ് വർഷിപ്പ് വാസ് ഗോഡ് അറ്റ് ഈസ് സെൻറ്റർ. ദൈവം ബഹുമാനിക്കപ്പെടുന്നതായ ഒരു ആരാധന എന്ന് പറയുന്നത് ദൈവം തന്നെ അതിൻ്റെ സെൻറ്ററായിട്ട് ഇരിക്കുന്നതായ അനുഭവമാണ്. ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളതായിരിക്കണം നമ്മുടെ ആരാധനകൾ. നമുക്ക് പലപ്പോഴും പല വിഷമങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, ചിലപ്പോൾ ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഓർത്ത് നെടുവേർപ്പെട്ടുകൊണ്ടൊക്കെ വരുന്നതായ അനേകം ആളുകളുണ്ട്. ആ ആളുകളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ദുരിതത്തെയൊക്കെ ആ ഗേറ്റിന് പുറകിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ, ഒരു സ്വസ്ഥതയുടെ, ശാന്തതയുടെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ ചിന്താകുലത്തെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ദൈവത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കണം. പൂർണ്ണമായിട്ടും
ഒരു അഫെക്ഷൻ ദൈവത്തോട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഒന്നാം പാഠമായി വായിച്ചു കേട്ട ആ വേദഭാഗത്തിലൂടെ 2 ചെറിയ ചിന്തകളെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് ദ നാച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഗോഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം എടുത്തവർക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. 8:22. മതി. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പാകെ ഇസ്രായേൽ സഭയുടെ സമക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ ആകാശത്തിലേക്ക് കരങ്ങളെ മലർത്തിക്കൊണ്ട് അവൻ പറയുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ദൈവം ആരാണെന്നുള്ള ബോധ്യം, ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട്, താൻ പണിതതായ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തൻ്റെ കരങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രിയമുള്ളവരെ ഈ കരങ്ങളെ ഉയർത്തുന്നതിൻ്റെതായ ആത്മീയമായ അർത്ഥം? കരങ്ങളെ ഉയർത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയണ, ഐ സറണ്ടർ, ഐ ആം ഓപ്പൺ, ഐ ആം റെഡി ടു റിസീവ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നവനായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറക്കപ്പെട്ടവനായിട്ട്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തിക്കൊണ്ട്, എന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട്, നിൻ്റെ അനുഗ്രഹങ്ങളെ, നിൻ്റെ നന്മകളെ, നിൻ്റെ വചനങ്ങളെ, നീ എന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെ സ്വീകരിപ്പാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു കർത്താവേ എന്നാണ്. വേറെ ഒരു വേദഭാഗം പറയാം, ഇച്ചിരി കൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന. നമ്മൾ ദേവാലയത്തിലൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പറയാറുണ്ട്, നമ്മുടെ ഭാരങ്ങളെ പറയാറുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ നീ നൽകിയിരിക്കുന്ന എല്ലാത്തിനെയും ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നന്ദി കരേറ്റാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായ യാക്കോബിൻ്റെ ദർശനത്തിലൂടെ വെളിപ്പെടും. യാക്കോബ് യാബോക്കടക്കലകരിലിരുന്ന് തൻ്റെ തലവണയെ കല്ലിനെ തലവണയാക്കി വെച്ച് നല്ല ഉറക്കാനായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായ ദർശനം കാണുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ ഇതിൻ്റെ അർത്ഥം? ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്നതായ നന്ദിയുടെ സ്തോത്രങ്ങളെയൊക്കെയും സ്വീകരിച്ചു കൊണ്ടുപോവുകയും നമ്മുടെ അപേക്ഷകൾക്കൊക്കെ മറുപടിയായിട്ട് തിരിച്ച് ഇറങ്ങി വരികയും ചെയ്യുന്നതായ അനുഭവമാണ് എന്ന് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ മലർത്തുന്നതായ നമ്മുടെ കരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ കരങ്ങളെ മലർത്തുമ്പോൾ നമ്മുടെ പ്രൈസ് ആൻഡ് അവർ പോസ്റ്റേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ വർഷിപ്പ്. നമ്മൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിൽപ്പും നമ്മുടെ ഭാവവും നമ്മുടെ എടുപ്പുമൊക്കെയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഓർക്കണം. ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുക, അതിൻ്റെ തുറന്നു വരുന്നതായ വേദഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, ദൈവമേ, ഒരു ആലയത്തിനോ ഒരു മന്ദിരത്തിനോ നിന്നെ ഉൾക്കൊള്ളുവാനായിട്ടോ നിൻ്റെ മഹിമയെ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ദേവാലയത്തിൽ അടക്കി വെക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം എന്താ? 148-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്, നീ ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവമാണ്. 138-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, ഗോഡ് ഈസ് ഒമ്നിപൊട്ടൻ്റ്, ഒമ്നിപ്രസൻ്റ് ആൻഡ്, ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ഒമിനിസൻ്റ്, സർവവ്യാപിയാണ്. നിന്നെ ഒരിടത്തും അടക്കി വെക്കുവാനായിട്ട് കഴിയുന്നതായ ഒരു ദൈവമല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ സവിശേഷതകളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോസ്റ്ററൊക്കെയും ദൈവസന്നിധിയിൽ ഒരു സിമിലാരിറ്റി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, റിയലൈസ് ആൻഡ് റെക്കഗ്നൈസ് ഗോഡ് ആസ് ദ മേക്കർ ആൻഡ് കീപ്പർ ഓഫ് ദ പ്രോമിസ്. ദൈവം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
അവൻ നമുക്ക് വാഗ്ദത്തങ്ങൾ തരുന്നവൻ മാത്രമല്ല, മറിച്ച് ആ വാഗ്ദത്തങ്ങളൊക്കെയും പൂർത്തീകരിക്കുന്നവനായ ഒരു ദൈവമാണ്. 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിൻ്റെ ദാസന് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചിരിക്കുന്നു. നീ എൻ്റെ അപ്പനൊരു വാഗ്ദത്തം കൊടുത്തു, നിൻ്റെ മകൻ ദേവാലയം പണിയും. നീ ദേവാലയം പണിയില്ല, കാരണം നിൻ്റെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് ധാരാളം, അതുകൊണ്ട് നീ ദേവാലയം പണിയില്ല. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? എൻ്റെ ബൈബിളിൽ അങ്ങനെയാണ്. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണോ? ആണോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നതുകൊണ്ട് നീ പണിയില്ല, മറിച്ച് എന്ത് ചെയ്യും? നിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ പണിയും. നീ കർത്താവേ എൻ്റെ പിതാവിന് പല വാഗ്ദത്തങ്ങളും നൽകി, ആ വാഗ്ദത്തങ്ങളൊക്കെ നിറപടിയായിട്ട് നിവർത്തിപ്പാനായിട്ട് നീ മതിയായവനായ ഒരു ദൈവമാണ്. നീ എൻ്റെ അപ്പന് കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളൊക്കെയും പരിപൂർണമായിട്ട് പാലിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, തിരിഞ്ഞ് നമ്മുടെ ഒന്ന് ജീവിതത്തിലേക്ക് ചിന്തിക്കുക. തിരിഞ്ഞ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരിലോട്ടൊന്ന് നമ്മൾ ഞങ്ങളുടെയൊക്കെ അപ്പന്മാർ വയനാട്ടിൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് മാനന്തവാടിക്ക് തൊട്ടടുത്ത് കൊയിലേരി എന്ന സ്ഥലത്ത് ആരാധിക്കുവാനായിട്ടൊരു ദേവാലയം പോലും ഇല്ലായിരുന്നു. ആദ്യത്തെ വല്യപ്പച്ചന്മാരൊക്കെ ആരാധിച്ചത് കശുമാവിൻ്റെ ചുവട്ടിലിരുന്ന്. കാരണം കശുമാവ് ഇങ്ങനെ, കശുവാങ്ങ് നമ്മുടെ ഇവിടെയെല്ലാം ഉള്ളതാണല്ലോ, കശുമാവ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ചുവട്ടിലൊരു തണലുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ചുവട്ടിലിരുന്ന് ആരാധിക്കുന്നത്. തലമുറകൾ മാറിയപ്പോഴത്തേന് മനോഹരമായ ടൈലിട്ട ഉന്നതമായ ദേവാലയങ്ങൾ, ചാരിയിരിക്കുവാനുള്ള ബെഞ്ചുകൾ എല്ലാം നമുക്കുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കാർന്നോന്മാർ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കിക്കൊണ്ട് തലവണയിലും കൊരണ്ടിപ്പായിലും ഇരുന്നു കൊണ്ട് ആരാധിച്ചിരുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം പൂർത്തീകരിച്ചോ? നമ്മുടെ മക്കൾ ജോലിക്കാരായി, നമുക്ക് ജോലി കിട്ടി, നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിറപടിയായിട്ട് അനുഗ്രഹങ്ങളെ ദൈവം നൽകി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നവൻ മാത്രമല്ല, മറിച്ച് അവൻ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നവൻ കൂടെയാണ് എന്ന് ശലോമോൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം നീ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് മതിയായവനാണ്. അവൻ വാഗ്ദത്തം തരുന്ന ദൈവം മാത്രമല്ല, മറിച്ച് നിശ്ചയമായിട്ടും ആ വാഗ്ദത്തെ പൂർത്തീകരിക്കുന്നതായ ദൈവമാണ്. നീ എൻ്റെ അപ്പന് കൊടുത്തതായ വാക്കാണ്, പക്ഷേ നീ അതെൻ്റെ ജീവിതത്തിലൂടെ പാലിച്ചിരിക്കുകയാണ് എന്ന് ശലോമോൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. തോമസ് ചിഷോ എന്ന് പറയുന്നതായ വ്യക്തി, നിങ്ങൾക്കെല്ലാം ആ വ്യക്തിയുടെ പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ഓ ഗോഡ് മൈ ഫാദർ എന്നുള്ള പാട്ട് എഴുതിയതായ വ്യക്തിയാണ് തോമസ് ചിഷോ. 1866 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം തൻ്റെ 16-ാമത്തെ വയസ്സിൽ അധ്യാപകനായിട്ട് ഒരു അധ്യാപക ശുശ്രൂഷയിലായിട്ട് പ്രവേശിച്ചു. അതിനുശേഷം 1903 അദ്ദേഹം ഒരു വൈദികനായി തീർന്നു. ഈ വൈദികനായി തീർന്ന് തൻ്റെ 46-ാമത്തെ വയസ്സായപ്പോഴത്തേന് ഇദ്ദേഹത്തിന് കഠിനമായ അസുഖങ്ങളും ഭാരങ്ങളും ഒക്കെ നിമിത്തം തൻ്റെ ശുശ്രൂഷ പലപ്പോഴും അദ്ദേഹത്തിന് നിറപടിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു മനപ്രയാസം ഈ തോമസ് ചിഷോവിന് ഉണ്ടായിരുന്നു. ഈ ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള പാട്ട് പ്രശസ്തമായി തീർന്നത് ബില്ലി ഗ്രഹാം തൻ്റെ ക്രൂസൈഡുകളിലൊക്കെ പാടുവാനായിട്ട് തുടങ്ങിയതാണ്. വില്യം ബ്രൂണെ എന്ന് പറയുന്നതായ സംഗീതജ്ഞൻ അതിന് മ്യൂസിക് നൽകുകയും മൂടി റേഡിയോ സ്റ്റേഷനിലൂടെ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ജോർജ് ബിബർഷെ ക്രൂസൈഡിൽ പാടിക്കൊണ്ട് ഈ പാട്ടിനെ ഫേമസ് ആക്കി തീർത്തു. ആ പാട്ടിൻ്റെ വരികളൊക്കെ ഞങ്ങളുടെ കുടുംബ ആരാധനയ്ക്ക് രാവിലെ കൂടി വരുമ്പോൾ ഈ ഓരോ ദിവസത്തെയും ഡെയിലി ബ്രെഡ് വായിക്കുന്നതിന് മുമ്പായിട്ട് ഈ പാട്ട് പാടാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എന്നോടൊപ്പം ചേർന്ന് പാടാം. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, thy compassions they fail not.
as thou hast been, thou forever will be. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Pardon for sin and peace that endureth. Thy own dear presence to cheer and to guide. Strength for today and bright hope for tomorrow. Blessings all mountain thousand beside. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയാണ്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വലിയ ദയയാണ്, ദൈവത്തിൻ്റെ വലിയ കൃപയാണ് പ്രിയമുള്ളവരെ ഓരോ ദിനവും ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. ശലോമോൻ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ സ്വഭാവ മഹിമകളെയും മനസ്സിലാക്കിക്കൊണ്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് ശലോമോൻ ദൈവസന്നിധിയിൽ പറഞ്ഞത്, നിൻ്റെ പരിപാലകനും നിന്നെ നിർമ്മിച്ചവനുമായ ദൈവത്തിൻ്റെ പ്രോമിസുകളെ ഓർത്തുകൊണ്ട്. ആ പ്രോമിസുകൾ നൽകുന്നവൻ മാത്രമല്ല, അവനത് പരിപാലിപ്പാനായിട്ട് മതിയായവനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ അപ്പന് നൽകിയതായ പ്രോമിസ്, എൻ്റെ കുടുംബ ജീവിതത്തിൽ നൽകിയതായ പ്രോമിസ്, എൻ്റെ മക്കൾക്ക് നൽകിയതായ പ്രോമിസ്, ദൈവമേ നീ എത്ര വിശ്വസ്തനായിരുന്നു, നീ എത്ര നല്ലവനായിരുന്നു. രുചിച്ചു നോക്കുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാനായിട്ട്. അമ്മമാരൊക്കെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം, അമ്മമാരൊക്കെ മീൻകറി വെക്കൂല്ലേ? മീൻകറി വെച്ചതിന് ശേഷം മീൻകറിയൊക്കെ തിള കയറിയതിന് ശേഷം അവരെന്ത് ചെയ്യും? അതിനകത്ത് ആ തവി ഇട്ടിട്ട് ഒരു കുരിശൊക്കെ വരച്ചതിന് ശേഷം ഒരു ഇച്ചിരി തവി കൊണ്ട് തൊട്ടിട്ട് ഈ കയ്യെ തൊട്ടിട്ട് അല്ലേ, എന്നിട്ട് പറയും ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി പുളി കുറവുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി എരിവ് കുറവുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഉടനെ തന്നെ അവർക്കൊരു പൊടിക്കൈയൊക്കെ ഉണ്ട്, അതങ്ങ് ചെയ്ത് നമ്മുടെ മുൻപിൽ ഡിഷ് വരുമ്പോഴത്തേന് വളരെ മേത്തരമായൊരു ഡിഷാണ്. ദൈവത്തിൻ്റെ വചനം പറയേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ആരാധനയിലൂടെ, നമ്മുടെ ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങളിലൂടെ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറപടിയായിട്ട് ചെയ്യുവാനായിട്ട് അവൻ വിശ്വസ്തനായിട്ട് നിശ്ചയമായിട്ടും അവനത് പ്രമാണിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം